അപ്പോൾ അടുത്ത് ചെക്ക് ഫോർ പൾസ് ആൻഡ് റെസ്പിറേഷൻ. ഹൃദയത്തിൻ്റെ മിടിപ്പുണ്ടോ അങ്ങനെ നമ്മൾ നോക്കണം. ഫസ്റ്റ് പൾസ് നമ്മൾ നോക്കാനുള്ളത് കരോട്ടിഡ് പൾസ്. ഈ ഭാഗത്ത് ഈ 4 വിരൽ കൊണ്ട് നമുക്ക് ഇങ്ങനെ നോക്കണം. അപ്പോൾ പൾസ് കിട്ടുന്നില്ല. ആൾ ശ്വാസം എടുക്കുന്നുണ്ടോ, റെസ്പിറേഷൻ ഉണ്ടോ എന്ന് നോക്കണം. രണ്ടല്ല, നെക്സ്റ്റ് സ്ട്രൈറ്റ് അവേ വി ഹാവ് ടു CPR നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. CPR എന്ന് പറയുന്നത് നമ്മൾ ഈ കൈ 2 കൈയും ഒരു കൈ ഇങ്ങനെ വെച്ച് ഒരു കൈ അതിൻ്റെ മേളിൽ വെച്ചിട്ട് 2 ചെസ്റ്റിൻ്റെ ഇടയിൽ വെച്ചിട്ട് കംപ്രഷൻ സ്റ്റാർട്ട് ചെയ്യണം. കംപ്രഷൻസ് എപ്പോഴും 1 മിനിറ്റിനുള്ളിൽ 100 to 120 കംപ്രഷൻസ് കൊടുക്കണം. അപ്പോൾ ആ കംപ്രഷൻ ചെസ്റ്റ് ഇങ്ങനെ അമർത്തുമ്പോൾ റീകോയിൽ, അതായത് ഈ അമർത്തിയ ഭാഗം മേളിലോട്ട് പൊന്തി വരണം. അങ്ങനെ പൊന്തി വന്നിട്ട് അടുത്ത കംപ്രഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അതാണ് ഒരു കറക്റ്റ് CPR. അതേപോലെ ഒരു ഡെപ്ത് 5 സെൻറ്റിമീറ്റർ, അതായത് 2.5 ഇഞ്ച്, ആ 5 സെൻറ്റിമീറ്റർ വരെ ഡെപ്ത് കൊടുത്താലേ കറക്റ്റ് CPRൻ്റെ കംപ്രഷൻ ആണോ. അപ്പോൾ ഓരോ 30 കംപ്രഷനും നമ്മൾ 2 ബ്രീത്ത് കൊടുക്കണം. ആ 2 ബ്രീത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് നമ്മൾ CPR 2 മിനിറ്റ് വരെ കൊടുക്കണം. അടുത്തൊരു ഹെൽപ്പ് 2 മിനിറ്റ് തന്നെ നമ്മൾ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. ആൾക്ക് ഒരു ഹാർട്ട് ബീറ്റോ അല്ല ശ്വാസം എടുക്കാനുള്ളതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു ആംബുലൻസോ അല്ലെങ്കിൽ നമ്മൾ വിളിച്ച ഹെൽപ്പ് വരുന്നവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നവരെ നമ്മൾ ആ CPR കണ്ടിന്യൂസ് ചെയ്തു പോകണം. ഇതാണോ നമുക്കൊരു CPR. ഇത് വലിയ വലിയ ഡോക്ടർമാർ നഴ്സുമാർ മാത്രം കൊടുക്കാനുള്ള പ്രൊസീജിയർ അല്ല. കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു ജീവൻ രക്ഷപ്പെടുത്താനുള്ള ഒരു പ്രൊസീജിയറാണ് CPR.